ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ കല്യാണ വീട്ടിലെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ രഹസ്യം നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ അതിൻ്റെ രഹസ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പൊ നമ്മളെ വീട്ടില് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കല്യാണ വീട്ടിന്റെ ആ ഒരു ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് വരത്തില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പൊ ആ ടേസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ബിരിയാണിയിൽ ചേർത്ത് ചെയ്തെടുക്കാം. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കണ്ടേ? അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കടന്നാലോ. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ 10 കിലോ ഇറച്ചി മാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട തൈരാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ ആണ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുമ്പോൾ 10 കിലോ ചിക്കനും 12 കിലോ റൈസും ആണ് നമ്മുടെ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിലേക്ക് 100 ഗ്രാം കുരുമുളക് പൊടിയും 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 3 സ്പൂൺ ഗരം മസാലയാണ്. അതിന് നമുക്ക് അതിലേക്ക് ഒരു നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇറച്ചി വരവി എടുക്കാം. ആ മസാല ഇറച്ചിക്കകത്തൊന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇറച്ചി ഒന്ന് മിക്സ് ആക്കിയ ശേഷം 1 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക. പിന്നെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. അതിനായിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 20ന്റെ വാർപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് നമ്മൾ അതിലേക്ക് 1 കിലോ വെളിച്ചെണ്ണയും കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പൊ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഫേസ്ബുക്ക് പേജിൽ കാണുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഷെയർ ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക. അങ്ങനെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 5 കിലോ സവാളയാണ് സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 കിലോ കൊച്ചുള്ളിയാണ് രണ്ടായിട്ട് പുളർന്നിട്ടത്. 200 ഗ്രാം പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് തണ്ട് മാത്രം എടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1.5 കിലോ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 250 ഗ്രാം ഇഞ്ചി പേസ്റ്റും 200 ഗ്രാം വെളുത്തുള്ളിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ അതിട്ട ശേഷം അടിയെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം. സവാളയും തക്കാളിയും നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ 200 ഗ്രാം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് നമ്മൾ 3 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 സ്പൂൺ ഗരം മസാല, 50 ഗ്രാം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടി പൊടിച്ചിട്ടാണ് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് പൊടി ഐറ്റംസിന്റെ ഒരു പച്ചമണം മാറി കിട്ടാൻ വേണ്ടി നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അല്ലെങ്കിൽ പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അടി പിടിക്കാൻ 100% നല്ല ചാൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് അടിക്കൂട്ടി ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ തീ കുറവായിരിക്കണം. പൊടി ഐറ്റംസിന്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മുടെ മാഗി സ്കൂപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 മാഗി സ്കൂപ്പാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല മസാലയൊക്കെ പിടിച്ച് സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ നമ്മൾ ചിക്കനും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ അടിക്കൂട്ടി ഇളക്കി കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചിക്കൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. നമുക്ക് ചോറിന്റെ പണിയിലേക്ക് അടക്കാം. അതിനാണ് ഞാൻ ഇവിടെ 12 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അരി കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെമ്പെടുത്ത് അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ്, 5 പച്ചമുളക്, പിന്നെ ഗ്രാമ്പൂ, പട്ട, തക്കോല, ഏലക്ക, ലീഫ് ഇത്രയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ മാഗി സ്കൂപ്പും അതിലേക്ക് ചേർത്ത് കൊടുത്തു. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നമ്മുടെ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കാം. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അങ്ങനെ അരി വെന്ത് വന്നു. അങ്ങനെ നമ്മൾ ഊറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്യണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഡിച്ചി അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അടിയത്തെ ലെയർ ആയിട്ട് നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മുടെ മസാല ഇതിലേക്ക് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ ലെയർ മസാല വെച്ചിട്ട് ഒന്ന് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ മുകളിലത്തെ ലെയർ നമ്മൾ റൈസാണ് നമ്മൾ ഒന്ന് ഫില്ലാക്കി കൊടുക്കുന്നത്. നമ്മൾ റൈസ് ഫില്ലാക്കി കൊടുത്ത ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നെയ്യ്, ഡാൽഡ, KTR, എസൻസ്, പിന്നെ നമ്മൾ വറുവൽ ഐറ്റം ആയിട്ടുള്ള കാഷ്നട്ട്, കിസ്മിസ്, നമ്മളെ സവാള വറുവല്, പിന്നെ കറിവേപ്പില, പുതിനയില, മല്ലിയില, ഇത്രയാണ് നമ്മൾ അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ചെറുതായിട്ട് തന്നെ വെച്ചാൽ പൈനാപ്പിളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ബിരിയാണിയിലൊന്നും പൈനാപ്പിൾ കാണാനേ ഇല്ല. അതൊരു പണ്ടത്തെ ആളുകൾ ബിരിയാണിയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് പൈനാപ്പിളൊക്കെ ഇട്ടത്. ഞങ്ങൾ എപ്പോൾ ബിരിയാണി വെക്കുകയാണെങ്കിലും ഞങ്ങൾ പൈനാപ്പിൾ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അതിൻ്റെതായ ടേസ്റ്റ് ഒരു വേറെതാണ്. നമ്മൾ ഇതുപോലെ ദം ചെയ്ത് ഇപ്പോൾ ഫസ്റ്റ് ലെയർ ദം ചെയ്തതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ലെയറും അങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് നമ്മൾ അതിന്റെ മുകളിലേക്ക് വെയിറ്റിന് വേണ്ടി ഞാൻ 2-3 കട്ട എടുത്ത് വെക്കുന്നുണ്ട്. അത് നമ്മൾ കണലും കൂടി കോരി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്യണം. 1 മണിക്കൂറോളം നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. ചില കൂട്ടുകാർ ഇതിന്റെ അകത്ത് മൈദാമാവ് ഒന്ന് സെറ്റാക്കി കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ അങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ദം ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്.